എന്തിനു വേണ്ടി നമ്മൾ ഈ ഹോളിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ നമ്മുടെ സുഹൃത്ത് നിർബന്ധിച്ച് കൊണ്ടുവന്നായിരിക്കും, അല്ലെങ്കിൽ ബന്ധു വിളിച്ചപ്പോൾ കൂടെ വന്നായിരിക്കും. അപ്പോ നമുക്ക് നോക്കാം, നമ്മുടെ റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അല്ലെ, സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ ഡ്രീംസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മലയാളികളുടെ വലിയൊരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെ, അവനവന് താമസിക്കുന്ന ഒരു വീട് വേണം. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ടൈം ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം. ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ ആളുകളൊക്കെ പ്രവാസത്തിലായിരിക്കും, അല്ലെങ്കിൽ കുറേയൊക്കെ സ്ട്രെസ് ആയിരിക്കും, പല ജോലികളിലായിരിക്കും. ഫാമിലിയുടെ കൂടെ അധികം സമയമൊന്നും ചെലവഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വനിതകൾക്ക് കുറെ പരാതിയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാനായിരുന്നില്ല എന്റെ അല്ലെ. അപ്പൊ പൊതുവെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടാറില്ല. നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണം നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലെ, സമൂഹത്തിൽ എനിക്കും ഒരു അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പൂർത്തീകരിക്കണം അല്ലെ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നേടാൻ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയപ്പെട്ട സ്വന്തമായിട്ടൊരു വീട്, കാറ്, ഒരു ലക്ഷറി ലൈഫ്, വേൾഡ് ടൂറ്, ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇത് നേടാൻ 4 കാര്യങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഒന്നുകിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകാം. ഞാൻ അധികം ഡീറ്റെയിൽസിലേക്കൊന്നും പോണില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് എംപ്ലോയി ആവാം. അപ്പൊ വേറൊരാളെ കീഴിൽ വർക്ക് ചെയ്യോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ചെയ്യാം. സെൽഫ് എംപ്ലോയി പറഞ്ഞാൽ ഡോക്ടർ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോയർ, ഈ സാധാരണ പറയുകയാണെങ്കിൽ കൽപ്പണി, തേപ്പണി, ആശാരിപ്പണി, ടൈലറിംഗ്, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം വർക്കാണ്, നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യാം. പക്ഷെ ഈ വർക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് ഇൻകം നമുക്ക് തരും. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് വരുമാനം തരും അല്ലെ. ഡോക്ടർ വർക്ക് ചെയ്താലല്ലേ വരുമാനം കിട്ടാം. പക്ഷെ ഇവര് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എംപ്ലോയിക്ക് ഒരു ബോസ് ഉണ്ടായിരിക്കും, ആ ബോസ് പറയുന്ന വർക്കാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാൾ എപ്പോ കല്യാണത്തിന് പോകണമെന്ന് ആര് തീരുമാനിക്കും? അമ്മയുടെ മോളെ കല്യാണത്തിന് പോകണമെങ്കിൽ അയാൾക്ക് പോകാൻ പറ്റുമോ? ബോസിനോട് കുറിച്ച് ചോദിക്കണ്ടേ, ഞാൻ പോട്ടെ എന്ന് ചോദിക്കണ്ടേ? അപ്പൊ അവിടെ അയാൾക്ക് എന്തില്ല, സെക്യൂരിറ്റി ഉണ്ട്, എന്തില്ല, ഫ്രീഡം ഇല്ല. അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ ഓടിയങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, ബോസിനോട് ചോദിക്കേണ്ടി വരും. ഇനി ഞായറാഴ്ച വെച്ചുകൂടെ എന്നൊക്കെ ആരാ ചോദിക്കുക? ജോലിക്ക് പോകണത്. അപ്പൊ അവർക്ക് ബോസ് ഉണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, പക്ഷെ സെക്യൂരിറ്റി ഉണ്ടാവും. മാസം കഴിഞ്ഞാൽ സാലറി ഗ്യാരണ്ടിയാണ്, പക്ഷെ സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോയർ, കൽപ്പണി, തേപ്പണി, ആശാരിപ്പണി, അവർക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഇല്ല. പണി ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല, രോഗി വരുമില്ല എന്നുള്ള ഉറപ്പുണ്ടാവും ഇല്ല. പക്ഷെ ഇനിയിപ്പോ കേസ് കിട്ടോ ഇല്ല എന്ന് വക്കീലിന് ഉറപ്പൊന്നുമില്ല അല്ലെ, ഓഫീസിലോടൊന്നും ഇരിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, വേണമെങ്കിൽ പോവാൻ വരാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തെന്നെ ആയാലും വർക്ക് ചെയ്താലേ വരുമാനം ഉള്ളൂ. അതിന്റെ പേര് ആക്റ്റീവ് ഇൻകം എന്നാണ്. ഇനി വേറെ 2 വിഭാഗമുണ്ട് ലോകത്ത്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ആണ്, അതായത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ വാടക കൊടുക്കുന്ന ആൾക്കാർ. ഇതൊരു ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, ഇതിന് അവർക്ക് വാടക കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അദ്ദേഹം ഇല്ലെങ്കിലും ആർക്ക് വാടക കിട്ടും? അടുത്ത തലമുറയ്ക്ക് വാടക കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ റോയൽറ്റി വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടും? വരുമാനം കിട്ടുന്ന ആൾക്കാരാണ്. പിന്നെ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, അവർക്ക് ഒരു 10-500 സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം വർക്ക് ചെയ്യണമെന്നില്ല, അവിടെ മാനേജർ ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും. ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടെല്ലാം വരുമാനം കിട്ടുന്നത്. അതിന്റെ പേരും എന്താണ്? പാസീവ് ഇൻകം എന്നാണ്. അപ്പോ ഇതില് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ഇവിടെയാണ്. 90% ആൾക്കാർ ആരാണ്? എംപ്ലോയി ആണ്, സെൽഫ് എംപ്ലോയി ആണ്. ഇൻവെസ്റ്റേഴ്സും ബിസിനസ്സും ഒരു 10%. പക്ഷെ ലോകത്തെ സമ്പത്തിന്റെ 90% എവിടെ ഇരിക്കുന്നത്? അപ്പുറത്താണ്. ഇപ്പുറത്തിരിക്കുന്നത് സമ്പത്തിന്റെ 10%. 10% സമ്പത്ത് 90% ആളുകളുടെ കയ്യിലാണ്. 90% സമ്പത്ത് ആരുടെ കയ്യിലാണ്? 10% ആൾക്കാരെ. എന്നിട്ട് നമ്മൾ പരിതപിക്കുകയാണ്, ഞങ്ങൾ എന്താ ഇങ്ങനെ പോയി, അവരൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയില്ലോ, നമ്മൾ എത്ര ശ്രമിച്ചിട്ട് പറ്റില്ലല്ലോ. കാരണം ശ്രമിക്കുന്നത് എവിടെയാണ്? എംപ്ലോയി, സെൽഫ് എംപ്ലോയിലാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വ്യത്യസ്തമായ എന്തൊക്കെയോ എന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിനെ പറയുന്ന പേരെന്താണ്? ഇപ്പൊ ചെയ്യുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും വ്യത്യസ്തമായ എന്തോ സംഭവിക്കുന്നു പ്രതീക്ഷിക്കുകയും ചെയ്യണ അതിന് പറയുന്ന പേരെന്താണ്? അതിന്റെ പേരാണ് ഭ്രാന്ത്. അതായത് സാമ്പാർ ഉണ്ടാക്കി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ ഇത് കൊഴുകൊന്തിയാവുന്ന പ്രതീക്ഷിക്കുന്നതിന്റെ പേരെന്താണ്? അതാണ്. അതായത് 10% ആള് 10% സമ്പത്ത് 90% ആളുകൾ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മുടെ പണി. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എന്താ അമ്പാരി ആവാത്തത്. ആവോ? ഇല്ല. കാരണം പണി എവിടെ എടുക്കണം?
ഒന്നുകിൽ ഇൻവെസ്റ്റർ മേഖലയിലേക്ക് മാറണം, ബിസിനസ് ഓണറായിട്ട് മാറണം. അത്ര എളുപ്പമാണോ? അത് അത്ര എളുപ്പമല്ല. പക്ഷെ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന മേഖലയിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു മേഖലയെ പറ്റിയിട്ട്, ഒരു പ്ലാനിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാം റെഡിയാണോ? ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ? നമ്മൾ സംസാരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? നമുക്കറിയാം, ട്രഡീഷണൽ ആയിട്ട് നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? തൊട്ടടുത്ത കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ആണല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? മാനുഫാക്ചർ ചെയ്യുന്ന ഡൽഹിയിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ പ്രോഡക്റ്റ് നമ്മൾ അവിടെ പോയി വാങ്ങിക്കുകയാണോ ചെയ്യുക? അല്ലെങ്കിൽ ഹരിയാനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് എങ്ങനെ കിട്ടുക? നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് കിട്ടുക. അപ്പൊ ആ ഷോപ്പിലേക്ക് എങ്ങനെ വരുന്നുണ്ടാവുക? അദ്ദേഹം ഒരു കമ്പനി, അത് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൈമാറി, ഹോൾസെയിലർക്ക് കൈമാറി, റീറ്റെയിലർക്ക് കൈമാറിയിട്ടാണ് എവിടെ വരിക? നമ്മുടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ വരിക. സ്വാഭാവികമായിട്ട് 35 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം 100 രൂപയ്ക്ക് ആര് വാങ്ങിക്കേണ്ടി വരും? കസ്റ്റമർ വാങ്ങിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് 65 രൂപ ആരുടെ പോയത്? ഈ കസ്റ്റമറുടെയാണ് പോയത് അല്ലെ? അദ്ദേഹത്തിന്റെ അല്ലേ 65 രൂപ പോയത് അല്ലെ? അപ്പൊ 65 രൂപ എവിടെ പോയത്? ഈ ഇടനിലക്കാർക്ക് പോയി അല്ലെ? വലിയ വലിയ സെലിബ്രിറ്റികൾ, ഇപ്പൊ ലെക്സ് സോപ്പിനെ ഇതിലൊക്കെ പരസ്യം ചെയ്തിരുന്ന ഐശ്വര്യ റായി ലെക്സ് സോപ്പിന് പരസ്യത്തിന് മേടിച്ചത് 100 കോടി രൂപയാണ്. അപ്പൊ ഐശ്വര്യ വെച്ച് പരസ്യം ചെയ്ത അഡ്വർടൈസ്മെന്റ് കമ്പനി എത്ര വാങ്ങിച്ചിട്ടുണ്ടാവും? മനസ്സിലായി? അപ്പൊ ഈ പൈസ ആരുടെയാ? ഈ വാങ്ങുന്ന കസ്റ്റമറുടെയാണ്. ഇതാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതി. ഇന്ന് ആധുനിക കാലത്ത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ബിസിനസ് മേഖലയിലേക്ക് വരാൻ, ഇത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു യുഗത്തിൽ ജീവിക്കാൻ, ഒരു ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരു സാറ്റലൈറ്റ് പോലെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്ന ആളുകളൊക്കെ. അതിന്റെ സാധ്യത എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. നമുക്ക് നോക്കാം, നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു? ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യും, നേരെ ആർക്ക് കൊടുക്കും? കസ്റ്റമർ കൊടുക്കും. എന്താ ഗുണം? കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ കസ്റ്റമറുടെ പോക്കറ്റ് ചോരും, ഈ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം എന്താണ്? ഇടനിലക്കാരുടെ പൈസ മുഴുവൻ ആരുടെ കയ്യിലാണ്? അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഓക്കെ, ഇനി ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലോ, പരസ്യത്തിൽ അഭിനയിക്കുന്ന സ്റ്റാറിന്, ടെലിമീഡിയക്ക്, സെലിബ്രിറ്റിക്ക് ഒക്കെ കൊടുക്കുന്ന ആ അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് കൊടുക്കുന്ന പണം ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ? പരസ്യം ചെയ്താൽ. എന്താണ് പരസ്യം? എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഉപയോഗിച്ചു നോക്കും. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഓക്കെ, അപ്പൊ അതൊരു ബിസിനസ് ആയിട്ട് എങ്ങനെ മാറ്റാം? നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? മറ്റു ബിസിനസ്സും ഈ ബിസിനസ്സും നമ്മളെ വ്യത്യാസം എന്താണ്? ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ലാൻഡ് വേണം, വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലെ? ബിസിനസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം. വലിയ റിസ്ക് ആണ്. പക്ഷേ ഈ ബിസിനസ്സിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ഈ ബിസിനസിന്റെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ആകെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഇവിടെ വരിക. അതിനാണ് പേഴ്സണൽ ട്രെയിനിങ്സ്, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ട ട്രെയിനിങ്സും, മെന്റർഷിപ്പ്, ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ് പോലെയുള്ള പ്രോഗ്രാമിലൂടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? അത്ര മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? റിസ്ക് ഇല്ല. മറ്റു ബിസിനസ്സിലോ വലിയ റിസ്ക് ഉണ്ട്. ഇനി വേറെ ഒരു എക്സ്പീരിയൻസും വേണ്ട. സാധാരണ ഒരു ബിസിനസ് തുടങ്ങിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഗൾഫിൽ നിന്നൊക്കെ പ്രവാസികൾ വന്നിട്ട് അവര് ഗൾഫിലെ അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ എന്ന് വിചാരിച്ച് ഇവിടെ എന്ത് ചെയ്യും? ബിസിനസ് തുടങ്ങും. എന്തുണ്ടാവും? ഉള്ള വീടും കൂടെ പോയി കിട്ടും. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. നമുക്ക് വേറെ ഓഫീസ്, സ്റ്റാഫ്, ഗോഡൌൺ ഒന്നും ആവശ്യമില്ല ഈ ബിസിനസ്. ഇത് വളരെ മനോഹരമായ ബിസിനസ് ആണ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയ ടേൺ ഓവർ നെക്സ്റ്റ് ജനറേഷന് കൈമാറാൻ പറ്റും. ഈ ബിസിനസ്സിലൂടെ നമ്മളൊരു സാധാരണ ഒരു ബിൽഡിംഗ് എങ്ങനെയാണോ, നമ്മളൊരു പ്രോപ്പർട്ടി എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് കൈമാറുന്നത്, അതുപോലെ നമുക്ക് ജനറേഷന് കൈമാറാം. ടൈം ഫ്രീഡം ഉണ്ട്. നമ്മളാണ് തീരുമാനിക്കുന്നത് വേണോ വേണ്ടേ, എപ്പോ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം. അതാ ഫ്രീഡം ഉണ്ട്. അതൊരു സെൽഫ് എംപ്ലോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പാസീവ് ഇൻകം ആണ്. അതായത് നമ്മൾ ചെയ്തു വെച്ചതിന്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ചെയ്യുന്നത് നിർത്തിയാലോ, അപ്പോഴും അതുവരെ ചെയ്തു വെച്ചതിന്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത തലമുറകളിലേക്ക് ആ വരുമാനം നമുക്ക് വരും. മാൻ പവർ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മാൻ പവർ അധികം ഒന്നും യൂസ് ചെയ്യണം. നമുക്ക് മാൻ പവറിന്റെ എന്താ പറയാ, നമ്മളുടെ മാൻ പവർ നമ്മൾ യൂസ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ മറ്റുള്ള ആളുകളുടെ മാൻ പവർ കൂടെ നമ്മൾ യൂസ് ചെയ്യുക. അതിന് ടൈം ലിവറേജ് എന്ന് പറയാം. ടൈം ലിവറേജ് ഈസ് ഈക്വൽ ടു മണി ലിവറേജ് എന്ന്. അതായത് ഒരു 10-20 തൊഴിലാളികൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടൈം ആരുടെ ടൈമാണ്? നമ്മുടെ ടൈം അല്ലേ?
അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് ആളുകൾക്ക് മന്ത്ലി സാലറി കൊടുത്തിട്ട് വേണം നമ്മുടേതാക്കി മാറ്റാൻ. ഇവിടെ ഒരു നയാ പൈസ സാലറി കൊടുക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ടൈം ലിവറേജ് ചെയ്തെടുക്കാൻ ഡയറക്റ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ആരാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തരുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ കമ്പനിയുടെ പാരമ്പര്യം എന്താണ്. ഇവർ കാര്യങ്ങൾ പറ്റിച്ച ചരിത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രമാണോ ഉള്ളത്, എന്താണ് ഇവരുടെ പാരമ്പര്യം? ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത് ആരാണ് എന്നുള്ളതിനേക്കാളും ഇവരാരെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്, അല്ലെ? വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഒരു പക്ഷേ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരിക്കും, ബന്ധുവായിരിക്കും, പക്ഷെ ഇവരാരെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? ഒരു പക്ഷേ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളെ പറ്റിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കില്ല, പക്ഷെ ഇവർ പറയുന്ന കമ്പനി അദ്ദേഹത്തെ പറ്റിച്ചാലോ അത് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ആ കമ്പനി എന്താണെന്ന് അറിയണം. 1996 മോദി കെയർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 1996 ഇദ്ദേഹമാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് സമീർ മോദി എന്നാണ്. നമുക്ക് ഈ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പാരമ്പര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അദ്ദേഹത്തിന്റെ ലെഗസി നമുക്ക് നോക്കാം. റായ് ബഹാദൂർ ഗുജർമാൾ മോദി എന്ന് പറയുന്ന, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് വ്യവസായങ്ങൾ ആരംഭിച്ചതിന് റായ് ബഹാദൂർ പട്ടം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ് ആര്? റായ് ബഹാദൂർ. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 1933 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ്. 1933 ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല. അതായത് നമ്മൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് 1933 ബ്രിട്ടീഷ് ഗവൺമെന്റ് രാജ്യത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബഹാദൂർ പട്ടവും, അതിനുശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം വീണ്ടും നമ്മുടെ രാജ്യത്തെ 27ലധികം വ്യത്യസ്ത വ്യവസായങ്ങളും ഒരുപാട് യൂണിവേഴ്സിറ്റികളും KK മോദി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള വമ്പൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് 1968 നമ്മുടെ രാഷ്ട്രം പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് ആദരിച്ചു. കൈയടിച്ചൂടെ? ബ്രിട്ടീഷ് ഗവൺമെന്റ് റായ് ബഹാദൂർ പട്ടവും ഇന്ത്യൻ ഗവൺമെന്റ് പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് ആദരിച്ച മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള KK മോദി ഇത് ഇന്ത്യ എമ്പാടും വലിയൊരു ബിസിനസ് ആക്കി വളർത്തി. 120 രാജ്യങ്ങളിൽ ഇതിന്റെ പ്രസൻസ് ഉണ്ട്. 63,000 കോടി വിറ്റുവരവാക്കിയിട്ട് വളർത്തിയത് KK മോദിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ആര്? സമീർ മോദി. രണ്ടുപേരും നമ്മുടെ കൂടെ ഇല്ല. ഇന്ന് ബീന മോദിയാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മകനാണ് സമീർ മോദി. ഇദ്ദേഹമാണ് മോദി കെയർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട്. ഇനി മോദി കെയർ എന്താ നോക്കാം. ഇപ്പൊ മോദി കെയറിന്റെ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1800 കോടി സെയിലാണ് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 53 ലക്ഷം ഡയറക്ട് സെല്ലേഴ്സ് ഓൾറെഡി കസ്റ്റമേഴ്സ് ആയിട്ട് ഓൾറെഡി മോദി കെയർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിലെ 5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ ഓഫീസുകളുള്ള കമ്പനിയാണ്. 1800ഓളം പിൻകോഡിലേക്ക് ഓൺലൈൻ ഡെലിവറി നമ്മുടെ കസ്റ്റമേഴ്സിന് കമ്പനി തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യും. 18,000 പിൻകോഡിലേക്ക് കമ്പനി പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നമ്മുടെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കമ്പനി കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ലാഭം തരും എന്നാണ് പറഞ്ഞത്. 14,000-ലധികം ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളുണ്ട്. കേരളത്തിലെ 700-ലധികം ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി പോയിന്റുകളുണ്ട്. ഡെയിലി 10,000 ആളുകൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. കേരളത്തിലെ ഓൾ ഇന്ത്യയിൽ 5,000 ടൗണിൽ ഓഫീസുള്ള കമ്പനിയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്? വ്യത്യസ്തമായ 14-ലധികം കാറ്റഗറി പ്രോഡക്ട്സ് നമുക്കുണ്ട്. 365 പ്രോഡക്റ്റ് ആണ് മോദി കെയറിനുള്ളത്. പക്ഷെ അതിന് 750ഓളം SKUs-ലാണ് ഉള്ളത്. അഥവാ 1/2 കിലോന്റെ പാക്കറ്റ്, 1 കിലോന്റെ പാക്കറ്റ് വരും. അങ്ങനെ ടോട്ടൽ കൂട്ടിയാൽ 700-ലധികം പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണ്. കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഒരു ഫ്രഞ്ച് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആധുനിക സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് മൂവ്മെന്റ് എന്ന് പറയുന്ന നമുക്ക് പേസ്റ്റ്, ബ്രഷ് തുടങ്ങിയിട്ടുള്ള ഒരു കാറ്റഗറി. വാഷ് മേറ്റ്, ഓട്ടോ കെയർ, എസെൻഷ്യൽ, സലൂൺ മുടിക്കുള്ളതാണ്. വീട്ടിലെ എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള കാറ്റഗറി. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ യൂസ് ചെയ്യുന്ന 14 കാറ്റഗറിയിലധികമുള്ള പ്രൊഡക്ട്സുകൾ ഓൾറെഡി കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യൽ മാത്രമാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് മാറ്റുക. ആ ഷോപ്പിൽ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മുടെ പണി. അപ്പൊ എന്തൊക്കെ കാറ്റഗറി ഉണ്ട് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് വെൽനസ് പ്രൊഡക്റ്റുകൾ, നമ്മൾ ഹെൽത്ത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. കോസ്മെറ്റിക്സ് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, ഫുഡ് ഐറ്റംസുകളുണ്ട്, നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സുകളുണ്ട്. ഓട്ടോ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനുള്ള പ്രൊഡക്ട്സുകളുണ്ട്. പേഴ്സണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പേസ്റ്റ്, ബ്രഷ്, സോപ്പ് തുടങ്ങിയുള്ള ഐറ്റംസ്. വസ്ത്രം ക്ലീൻ ചെയ്യാൻ, വീട് വൃത്തിയാക്കാൻ, കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ. ഇങ്ങനെ നമുക്ക് 14-ലധികം കാറ്റഗറിയിൽ നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ധാരാളം പ്രൊഡക്റ്റുകൾ കമ്പനി നമുക്ക് വേണ്ടി പുതിയതായിട്ട് കമ്പനി ഫോറസ്റ്റ് നെക്ടർ എന്ന് പറയുന്ന ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒബേസിറ്റി. അതായത് അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ്. അതിനെ പരിഹരിക്കാൻ ഒരു പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ആധുനിക കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാറ്റഗറി കൂടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? 4 തരത്തിൽ നമുക്കിത് ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ കമ്പനിയുടെ ഒരു കൺസ്യൂമർ ആയിട്ട് ഇരിക്കാം. 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. പൊട്ടിച്ച് 25% ഉപയോഗിച്ചിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാവുന്ന അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആയിട്ട് നമുക്ക് ഇരിക്കാം. 2, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ അഡ്വൈസർ ആയിട്ട് മാറും. ഈ അഡ്വൈസർ ആയ വ്യക്തി നിരന്തരം പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലാണെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ഉണ്ടായിരിക്കും, അഡ്വൈസേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്തെടുത്ത് ഒരു മെന്റർ ആയിട്ട് നമുക്ക് മാറാം, ഒരു ബിസിനസ് ഐക്കണായിട്ട് മാറാം. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനെ പോലെ ഒരു എന്താ പറയുക, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു അന്തസ്സുള്ള ഒരാളായിട്ട് നമുക്ക് മാറാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ സഹായിക്കും. ഇനി എന്താണ് കസ്റ്റമർ ആയിരുന്ന കിട്ടുക? കസ്റ്റമർ ആയിരുന്ന നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ലോയൽറ്റി പ്രോഗ്രാം. അതായത് തുടർച്ചയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ 6 മാസം കൂടുമ്പോൾ 1 മാസത്തെ പർച്ചേസ് നമുക്ക് ഫ്രീ ആയിരിക്കും. മാക്സിമം എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ മാക്സിമം 10,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാം. ഇന്ത്യയിലെ ഓരോ പൗരനും മോദിക്കയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയുടെ പ്രോഡക്റ്റ് 6 മാസം കൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ എത്രയാണോ വാങ്ങിക്കുന്നതിന്റെ ആവറേജ്, 1000 ആണെങ്കിൽ 3000, 5000 ആണെങ്കിൽ 5000, മാക്സിമം എത്ര കിട്ടും? 10,000. അപ്പൊ വീണ്ടും 6 മാസം കഴിഞ്ഞാലോ വീണ്ടും 10,000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ കിട്ടും, പ്ലസ് ഒരു 10,000 രൂപ. ലോയൽറ്റി പ്ലസ് എന്നാണ് പറയാം. അപ്പൊ ഒരു വർഷത്തിൽ 30,000 രൂപയുടെ പ്രോഡക്റ്റ് മോദിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആണ്. വേസ്റ്റ് സോപ്പ് പൊടി, ചായ, കുക്കിംഗ് പോലെ എന്താണോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് 30,000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ തരുന്ന ഏതെങ്കിലും കമ്പനി അറിയോ? ഇല്ല. അതുകൊണ്ടാണ് മോദിക്കലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് നിരവധി വരുമാനങ്ങൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും തുടക്ക സമയത്ത് നമുക്ക് വരുമാനം തരാനാണ് കമ്പനി എന്ത് വെച്ചിട്ടുള്ളത്? പവർ ഓഫ് 4 എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കമ്പനി തന്നിട്ട്, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ മെയ് മാസം 1-ാം തീയതി കമ്പനി ലോഞ്ച് ചെയ്തതാണ്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ മെയ് 1-ാം തീയതി മുതൽ കമ്പനി നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 10,000-3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. 10,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് 33% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ലോയൽറ്റി 25%, 58%, പ്ലസ് നമുക്ക് ചെറിയ കമ്മീഷനും നമുക്ക് തരും. അപ്പൊ അഥവാ 3000 മുതൽ മുടക്കി ഉൽപ്പന്നം വാങ്ങിക്കുന്ന വ്യക്തിക്ക് 2000 രൂപയിൽ അധികം ബെനിഫിറ്റ് കിട്ടും. ലോകത്തൊരു സൂപ്പർ മാർക്കറ്റും കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടില്ല. 3000 രൂപ പ്രൊഡക്റ്റ് മേടിച്ചാൽ 2000 ബെനിഫിറ്റ് കിട്ടുന്ന അറിയോ? ഇല്ല. അത്രയും ബെനിഫിറ്റ് കസ്റ്റമർക്ക് ഉണ്ട്. അപ്പൊ ഒരു 4 പേരെ നമ്മൾ ഇത്തരത്തില് 4 പേരെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയാൽ, നമ്മൾ ഒരു 10,000 പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഒരു 10,000 പ്രൊഡക്റ്റ് മേടിക്കുന്ന 4 ഫാമിലിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതിന്റെ മൈൽ സ്റ്റോൺ 1 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആവറേജ് 1000 രൂപ എക്സ്ട്രാ കമ്മീഷൻ ആയിട്ട് നമുക്ക് തരും. നമ്മൾ ആകെ ചെയ്തത് എന്താ? നമ്മുടെ വീട്ടിലേക്ക് ഒരു 10,000 രൂപ സാധനം മേടിച്ചിട്ട് പറഞ്ഞു ഇത്രയും ലാഭമുണ്ട്, നിങ്ങളൊക്കെ വാങ്ങിച്ചോ. അപ്പൊ 4 ഫാമിലി കൂടി സാധനം മേടിച്ചു. ഇത്രയും നമ്മൾ ചെയ്തുള്ളൂ. അപ്പൊ കമ്പനി അവരെ വീട്ടിൽ പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് നമുക്ക് ഒരു 1000 രൂപ തരികയാണെങ്കിൽ ഹാപ്പി അല്ലേ? ഒരു എക്സ്ട്രാ ഒരു 1000 രൂപ നമുക്ക് കിട്ടും. ഇതുപോലെ മൈൽ സ്റ്റോൺ 2 എന്ന് പറയുന്നത്, ഇതേപോലെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ, അവർക്ക് ഇത്തരത്തിൽ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൽ സ്റ്റോൺ 2ലേക്ക് പോകാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ മൈൽ സ്റ്റോൺ 2 വിൻ ചെയ്യും. അപ്പൊ ഒരു 2000-ലധികം വരുമാനം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യും. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്താലുള്ള പ്രത്യേകത എന്താ? ഒരു 10-20 ഫാമിലി ഒരു 10,000-3000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ എത്ര രൂപയുടെ ബിസിനസ് നടക്കും? 60,000 രൂപ ബിസിനസ് നടക്കും. 1000 രൂപയുടെ സാധനം മേടിക്കുന്ന 60 ഫാമിലി ആണെങ്കിലോ അപ്പോഴും 60,000 രൂപയുടെ ബിസിനസ് നടക്കും. 3000 രൂപ സാധനം മേടിക്കുന്ന ഫാമിലി ആണെങ്കിൽ 20, 2000 ആണെങ്കിലോ 30 ഫാമിലി, 1000 ആണെങ്കിലോ 60 ഫാമിലി. എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. ഇവിടെ 60,000 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കെയർ ഓഫിൽ വന്ന ഞാൻ കൊണ്ടുവന്ന ആളുകളും അവര് കൊടുന്ന ആൾക്കാരും കൂടെ മൊത്തം 60,000 രൂപ ബിസിനസ് നടത്താൻ ഞാൻ ആരായി? ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടറായി. ഡയറക്ടർ ആയാൽ കമ്പനി നമുക്ക് 17% കമ്പനിയുടെ വിറ്റുവരവിന്റെ ഷെയർ തരും. അപ്പൊ നമ്മൾ കമ്പനിയുടെ ആരായി? കമ്പനിയുടെ പാർട്ട്ണറായി അല്ലെ? ഇവിടെ സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനി അറിയോ? ഇല്ല. നമ്മുടെ കെയർ ഓഫിൽ ഒരു 60,000 രൂപ ബിസിനസ് നടന്നപ്പോ നമ്മൾ ഈ കമ്പനിയുടെ പാർട്ട്ണറായി. നമ്മൾ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വൈമാളിൽ പോകാറുണ്ട്, നമ്മൾ കൊണ്ട് എത്ര ആൾക്കാർ സിനിമ കാണാൻ പോകാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല. ജസ്റ്റ് മോദിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ 10-20 ഫാമിലി പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ നമ്മൾ കമ്പനിയുടെ ഡയറക്ടർ ആവും, 17% കമ്പനിയുടെ ഷെയർ കിട്ടും. കഴിഞ്ഞില്ല, കമ്പനി നമുക്ക് ഒരു വെഹിക്കിൾ ബോണസ് കൂടെ തരും. നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ ഡീസൽ പെട്രോൾ അടിക്കാനായിട്ട് 2,500 രൂപ വരെ നമുക്ക് മന്ത്ലി തരും. ഇനി നമുക്ക് സ്കൂട്ടി ഇല്ല, അപ്പൊ എന്ത് ചെയ്യാം? ഒരു സ്കൂട്ടി മേടിക്കാം. മാസം അതിന്റെ EMI അടക്കാൻ 2,500 രൂപ വരെ കമ്പനി മാസം തരും. ഹാപ്പിയാണോ?
കഴിഞ്ഞില്ല. നമുക്ക് യാത്ര ചെയ്യാനൊരു വാഹനം അല്ലെ, അത്യാവശ്യം പോക്കറ്റ് മണിയായി. ഇനി എന്ത് വേണം? നമുക്ക് അത്യാവശ്യം യാത്രകളൊക്കെ പോണ്ടേ? അതിനുവേണ്ടി കമ്പനി നമുക്ക് നാഷണൽ ട്രാവൽ ഫണ്ട് കമ്പനി വിറ്റുവരവിന്റെ 4% മാറ്റി വെച്ചിട്ടുണ്ട്. അത് മന്ത്ലി ഒരു 5000 രൂപ വരെ നമുക്ക് നേടാം. ഇത് ഇന്ത്യക്കകത്ത് നമുക്ക് ടൂർ പോകാനുള്ളതാണ്. 2 ടൂർ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് കൊടൈക്കനാലിലാണ്, ഒന്ന് ഗോവയിലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ജസ്റ്റ് ഡയറക്ടർ ആയാൽ തന്നെ നമുക്കിത് നേടാൻ പറ്റും. ഇനി നമ്മള് ഒരു വ്യക്തിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആരായി? സീനിയർ ഡയറക്ടർ. കാരണം ഇദ്ദേഹം ഡയറക്ടർ ആയപ്പോൾ ഞാൻ സീനിയർ ഡയറക്ടറായി. ഞാൻ വേറെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വിചാരിച്ചു. ഞാൻ മാനേജർ, ഇദ്ദേഹം മാനേജർ ആയാൽ എന്താവും? എന്റെ പണി പോകും അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ മാനേജറാക്കി, ഞാൻ സീനിയർ മാനേജറായി. മനസ്സിലായോ? സീനിയർ ഡയറക്ടറായി. സീനിയർ ഡയറക്ടർ ആയാൽ കമ്പനി നമുക്ക് 15% മെന്റർഷിപ്പ് ബോണസ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് തരുന്നുണ്ട്. നമുക്കത് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, അത് കൂടാതെ കമ്പനി ഇതുവരെ നമുക്ക് നാഷണൽ ടൂർ ഫണ്ട് അല്ലേ തന്നത്, ഇനി നമുക്ക് ഇന്റർനാഷണൽ ടൂറിൽ പോവാം. കമ്പനി ഇന്റർനാഷണൽ ടൂർ ഫണ്ടാണ് തരിക. എന്ത് ചെയ്താല് നമ്മള് 2 പേരെ സഹായിച്ചാൽ, ഇത് 60,000 രൂപ കച്ചവടം നടത്താൻ 2 പേരെ സഹായിച്ചാൽ വേൾഡ് ടൂർ പോകാനായിട്ട് കമ്പനി നമുക്ക് ഫണ്ട് തരും. മാക്സിമം ഒരു മാസം എത്ര രൂപ കിട്ടും? 30,000 രൂപ വരെ പ്രതിമാസം നമുക്ക് ഇന്റർനാഷണൽ ടൂർ പോകാൻ. ഒരു വർഷത്തിൽ എത്രയായി? 3 ലക്ഷം രൂപയായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എത്ര രാജ്യം വേണമെങ്കിലും സന്ദർശിക്കാം. ഇപ്പൊ ചെയ്യുന്ന ജോലി വെച്ചിട്ട് എത്ര രാജ്യം സന്ദർശിക്കും? ഓക്കെ. ഇനി 3 വ്യക്തികളെ 60,000 രൂപയുടെ ബിസിനസ് ചെയ്യാൻ സഹായിച്ചാൽ കമ്പനി നമുക്ക് എന്ത് തരും? കമ്പനിയുടെ വിറ്റുവരവിന്റെ 5% കമ്പനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ലക്ഷറി കാർ പർച്ചേസ് ചെയ്യാം. അപ്പൊ കാർ പർച്ചേസ് ചെയ്യണമെങ്കിൽ പൈസ വേണ്ടേ? അപ്പൊ മാസം എത്ര രൂപ തരും? അതിന് 40,000 രൂപ വരെ മന്ത്ലി ആൻ ചെയ്യാം. ആകെ ചെയ്യേണ്ടത് എന്താ? 3 വ്യക്തികളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെ ഡയറക്ടർ ആക്കാൻ സഹായിച്ചാൽ നമുക്ക് കാർ ഫണ്ട് സ്റ്റാർട്ട് ആവും. ബിസിനസ് കൂടുന്തോറും അത് കൂടും. മാക്സിമം എത്ര കൂടും? 40,000 രൂപ വരെ കൂടും. പ്രതിമാസം 40,000 രൂപ വരെ നമുക്ക് കാർ ഫണ്ട് വാങ്ങിക്കാം. 28,000 രൂപ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മാസം കാർ ഫണ്ട് മാത്രം. ഇനി ഹൗസ്, വീട് വയ്ക്കാം. ഈ മലയാളികളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു വീട് വെക്കാം. മലയാളി ഏറ്റവും കൂടുതൽ കടം വരുന്നത് എന്തിനാ? വീട് വെക്കാൻ അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാണ് കമ്പനി എന്ത് വെച്ചിട്ടുള്ളത്? ഹൗസ് ഫണ്ട് വെച്ചിട്ടുള്ളത്. ചെയ്യേണ്ടത് 4 കാര്യം. 4 സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താം. അതിന് ഇഷ്ടം പോലെ അവസരമുണ്ട് അല്ലെ? കേരളത്തിൽ തന്നെ 100 കണക്കിന് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ മീറ്റിംഗിലും ഓരോ ആളുകൾ കൊണ്ടിരുത്തിയാൽ തന്നെ 4 പേരെ അല്ലെ? അല്ലെങ്കിൽ മന്ത്ലി എല്ലാ സെക്കൻഡ് സൺഡേയും ബിൻസാറും ഷൈസാറും ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ തൃശ്ശൂർ പ്രോഗ്രാം നടക്കും. എല്ലാ സ്ഥലത്തും എല്ലാ ആഴ്ചയും തൃശ്ശൂർ പ്രോഗ്രാം. ഒരാഴ്ചയിൽ ഒരാളെ കൊണ്ടായാൽ തന്നെ ഒരു മാസം നമുക്ക് 4 ആളെ. അപ്പൊ 4 വ്യക്തികളെ കണ്ടെത്തുക, അവർക്ക് ഒരു 60,000 രൂപ ബിസിനസ് ചെയ്യാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ വീടും ഇന്റർനാഷണൽ ടൂറും കാറും അത്യാവശ്യം വേണ്ട ലൈഫ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ കാശിന് നമുക്ക് മെന്റർഷിപ്പ് ബോണസ്. ജസ്റ്റ് സീനിയർ ഡയറക്ടർ ആയാൽ തന്നെ നമുക്ക് കാശ് ധാരാളം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കമ്പനി വേറെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിസിനസ് പ്ലാൻ. ഇഷ്ടപ്പെട്ടോ? ആകെ ചെയ്യേണ്ടത് എന്താ? ആദ്യം നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ, അത് മോദിക്കലേക്കൊന്ന് മാറ്റി ഉപയോഗിച്ച് നോക്കുക. ഇത് നല്ലതാണോ, എനിക്ക് വാങ്ങാവുന്ന വിലയാണോ, ഇവർ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ കിട്ടുമോ അല്ലെ? 33% ഡിസ്കൗണ്ട്, 25% ലോയൽറ്റി, 10% ഫ്രീ പ്രോഡക്ട്സ്, 50% 60% വിലക്കുറവിൽ സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന പൈസ കാർക്ക് തരാണ്, നമുക്ക് തരാണ്. ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ 4 ഫാമിലിക്ക് ഇത് പരിചയപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ 4 ഫാമിലി ഒരു 10-20 കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ, ഒരു ഹൗസ് പാർട്ടി വെച്ചിട്ടോ 2 പ്രോഗ്രാം വെച്ചിട്ടോ അതൊരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ബെനിഫിറ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു റാങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ബോണസ് കമ്പനി വെച്ചിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ പോസ്റ്റ് കഴിയുമ്പോഴും ഇതിന്റെ മാക്സിമം നമുക്ക് നേടാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞില്ലേ 2,500, 5,000, 30,000, 40,000 ഒക്കെ. ഇതിന്റെയൊക്കെ ലിമിറ്റ് എത്രയെന്നറിയോ? 1 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷമൊക്കെയാണ് ഓരോ റാങ്കിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു 4 പേരെ കണ്ടെത്തുന്നു, അവര് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അവരെ വീട്ടിൽ ചെറിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു, അവർക്കൊരു 4 ഫാമിലിനെ കണ്ടെത്താൻ സഹായിച്ചാൽ നമ്മളായി ഡയറക്ടറായി. ഇങ്ങനെ 4 ഡയറക്ടർ ഉണ്ടാക്കിയാൽ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടറായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്തോ എന്ന് പറയല്ല ഈ കമ്പനി ചെയ്യുന്നത്. നമുക്കതിന് കൃത്യമായ ഡയറക്ഷൻസും പ്രോഗ്രാംസുകളും ഈ കമ്പനി തന്നെ സംഘടിപ്പിച്ചു തരും. നമ്മൾ വളരാൻ ആവശ്യമായിട്ടാണ്. നമുക്കിപ്പോ 1 ലക്ഷം 2 ലക്ഷം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. ഒരു പക്ഷെ ഉള്ള ആളുകളുണ്ടാവും, ഇല്ലാതെ. ഞാൻ എനിക്ക് അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ
കൃത്യമായ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ വളർത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ കമ്പനിയുടെ പ്രൊഫൈല് ഞാൻ പറഞ്ഞു അല്ലെ, പാരമ്പര്യം ഞാൻ പറഞ്ഞു, പ്രോഡക്ട്സിനെ പറ്റി ഞാൻ സംസാരിച്ചു, ബിസിനസ് പ്ലാൻ പറഞ്ഞു. ഇത് നാലാമത്തെ കാര്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. കൃത്യമായ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് റോഡ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്കുണ്ട്. അതിലൂടെ നമുക്ക് എങ്ങനെ സക്സസ് ആവാന്നുള്ളതിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരും. SPBM അക്കാഡമി ഉണ്ട്, അവരുടെ നിരന്തരം പ്രോഗ്രാംസുകളും ട്രെയിനിങ്സുകളും കമ്പനി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. പിന്നീട് നമുക്ക് SPBM ആപ്പ് ഉണ്ട്, SPBM അക്കാഡമി. ഇത് കൂടാതെ ടീം ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു അടിപൊളി സിസ്റ്റം. ആ സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ആ സിസ്റ്റം നമുക്ക് വേണ്ടി തന്ന മഹാനായ വ്യക്തി ഇന്ന് ഈ ഹോള് സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം. ഇത്രയും കേട്ടിട്ട് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ഇത്രയും കേട്ടിട്ട് ഈ മോദിക്കാർ അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പൊ ഒരു സാധാരണക്കാരന് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളല്ലാണ്ട് ആരാണ് ഇപ്പോൾ ഇത് തുടങ്ങാൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ? ഇപ്പോഴല്ല നിങ്ങൾ തീരുമാനം എടുക്കുന്നെങ്കിൽ എപ്പോഴാണ്? പണ്ടെങ്ങോ എടുത്ത പല തീരുമാനങ്ങളുടെ റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ അല്ലേ? മുമ്പ് ചെയ്ത പ്രവൃത്തിയുടെയും തീരുമാനത്തിന്റെ റിസൾട്ട് അല്ലേ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? അപ്പൊ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ തീരുമാനം എടുക്കണം, ഇപ്പൊ പ്രവർത്തിക്കണം. അപ്പൊ എന്തുണ്ടാവും? ഭാവി അഴിമതിയാവും. ഒരു 2 മുതൽ 5 വർഷക്കാലം നിങ്ങൾ അതിൽ മോദിക്കാരനകത്താണ് ജീവിക്കുന്നതെങ്കിൽ എന്നെ പോലെ, ബിസാറിനെ പോലെ, ജൽസാറിനെ പോലെ, അല്ലെങ്കിൽ വിശാൽ ബക്കറിനെ പോലെ, ശ്രീജിത്തിനെ പോലെ, വിജീഷിനെ പോലെ നിങ്ങൾ സൂപ്പർ സ്റ്റാറുകളായിട്ട് നിങ്ങൾക്ക് മാറും. ആകെ ചിന്ത അത് ഷെയർ ചെയ്യുക, നല്ല ഫാമിലിനെ കണ്ടെത്തുക, അവരെ കൂടെ നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ആ 4 ആൾക്ക് വേണ്ടി മരിച്ചോന്നേ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കി തരും. മനസ്സിലായോ? ആ 4 ആളെ സ്നേഹിച്ച് അവരെ കൂടെ നിന്നാല് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടത് ആരുണ്ടാക്കി തരും? അവരുടെ. മനസ്സിലായോ? ഇത്രയാണുള്ള പ്ലാൻ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനുകളൊക്കെ നമുക്ക് കേൾക്കാം. ഇന്ന് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തി വരാനുള്ള ദിവസം.